ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ പള്ളിമുക്കം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ അമ്പലം പന്തളത്താണ്. ഇവിടെ ഭയങ്കര വ്യൂ ആണ് ഗൈസ്. താമരയുണ്ട്, കുറേ പൂക്കളും കുളങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് പാടമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ ഗൈസ്, ഇവിടെ ഭയങ്കര വ്യൂ ആ. പുറത്തു പോയാൽ ഇതിലും വ്യൂ ഉണ്ട്. പുറത്തു പോയി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പുറത്ത് അതിലും വ്യൂ ആണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഭയങ്കര വ്യൂ ആണ് ഇവിടെ. പുറത്ത് പാടം ഏതാണ്ടാണെന്ന് തോന്നുന്നു. നല്ല വ്യൂ ആണ് ഗൈസ്. ഇപ്പുറത്തും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പുറത്ത് താമരകളൊക്കെ ഉണ്ട് ഗൈസ്. കുറേ താമരയൊക്കെ ഉണ്ട്. നമുക്ക് പശുക്കളെയൊക്കെ കാണാം. ഇതാ ഒരു കൊക്കിരിക്കുന്നു. ഇപ്പോൾ പശുക്കളുണ്ട്. പിന്നെ ഇവിടെ ഒരു ആലുണ്ട് ഗൈസ്. നല്ലൊരാലാണ്. ഇതൊക്കെയാണ് ഈ അമ്പലത്തിലെ പ്രത്യേകതകൾ. നല്ല വ്യൂ ഒക്കെയാണ്. അപ്പം നമ്മൾ അടുത്ത അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ അടുത്ത അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് വായിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. നൂറനാട് വടക്കടത്തുകാവ് ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല വെയിലാണ്. അപ്പം നമ്മൾ അകത്ത് കയറുന്നുണ്ട്. ഇപ്പം നമ്മൾ അർച്ചനയൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം നമുക്കപ്പോൾ തൊഴുതിട്ട് വരാം ഗൈസ്. നമ്മൾ വന്ന അമ്പലത്തിൻ്റെ രണ്ടാമത് വന്ന അമ്പലത്തിൻ്റെ പുറകുവശമാണ് ഗൈസ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് പുറകുവശം. വലിയ രസമൊന്നുമില്ല. ഇതുവഴിയും വരാൻ പറ്റും. പിന്നെ അവിടെ ഒരു കാവുണ്ട്. കാവാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ വഴിയുണ്ട്. പിന്നെ ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ പുറകുവശം. ഇവിടെ എന്തോ കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു. അതിനകത്ത് എന്തോ ചെടിയൊക്കെയാണ്. അല്ലെങ്കിൽ വല്ലതും വീടുണ്ടാക്കാൻ നോക്കിയിട്ട് കാട് കയറിയതാണോ എന്ന് ഉറപ്പൊന്നുമില്ല, അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ആല്. നമ്മളിപ്പോൾ അമ്പലത്തിനകത്താണ് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ആല്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ അമ്പലത്തിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും അടുത്ത അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മൾ അടുത്ത അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് പടനിലം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഗൈസ്. ഇവിടെ ഒരു കൊന്നപ്പൂ നിപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, രസമില്ലേ കാണാൻ? ഇതൊരു മഹാദേവ ക്ഷേത്രമാണ്. അപ്പം നമ്മൾ തൊഴാൻ പോവാണ്. തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം ഗൈസ്. ഇവിടെ രണ്ട് നന്ദി ഇരിപ്പുണ്ട്. കാണാൻ നല്ല രസമില്ലേ ഗൈസ്? രണ്ടുപേരുണ്ട് ഗൈസ്. ഇതാണ് അമ്പലത്തിന്റെ പുറകുവശം. ഇവിടെ പ്രത്യേകിച്ച് ആലൊന്നുമില്ല. ആലുണ്ടായിരുന്നതായിരുന്നെന്ന് തോന്നുന്നു. അത് കാണുന്നത് ആണെന്നറിയില്ല, ഉറപ്പില്ല. ആലൊന്നും ഇല്ല ഗൈസ്. ഇതാണ് അമ്പലത്തിന്റെ പുറകുവശം ഗൈസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ നാമം ചെല്ലുന്നുണ്ട് ഗൈസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇത് അമ്പലത്തിന്റെ പേര് ഗൈസ്. പക്ഷെ ഒരു കൊച്ചമ്പലമാണ്. ഭയങ്കര വലിയ ആഡംബര അമ്പലമൊന്നുമല്ല. പിന്നെ അതാ അവിടെ ഒരു ശിവൻഷ്ടയുണ്ട്. ആ ശിവന്റെ പ്രതിഷ്ഠ വെച്ചിരിക്കാൻ തോന്നുന്നു. കുറെ പേര് വന്ന് തൊഴുന്നുണ്ട് ഗൈസ്. ഇവിടെ അമ്പലത്തിനെക്കാട്ടിലും വലിയ സദ്യാലയമാണ് ഗൈസ്. അമ്പലം ഇത്രയില്ല, പക്ഷെ സദ്യാലയം കണ്ടോ? അതുകൊണ്ട് അത്രയുണ്ട് സദ്യാലയം. അമ്പലത്തിനെക്കാട്ടിലും വലിയ സദ്യാലയമാണ് ഗൈസ്. അപ്പൂപ്പൻ എല്ലാ അമ്പലത്തിലും വന്ന് അർച്ചന എഴുതിക്കുന്നുണ്ട് ഗൈസ്. ഞാനെന്താ അടുത്ത് പിടിക്കുന്നതെന്ന് അറിയോ? പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പിടിക്കുന്നത്.
നിങ്ങൾക്ക് ഇനി ഇതുകൂട്ട് വീഡിയോ വല്ലതും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ പറയുക. ഓക്കെ ഗൈസ്, അപ്പം അപ്പൂപ്പൻ അർച്ചന എഴുതിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇനിയും നേരെ ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പൊ നമുക്കിനി ഹോട്ടലിൽ കാണാം. ബൈ ഗൈസ്. ഞാൻ പറഞ്ഞില്ല അടുത്ത ഹോട്ടലിൽ പോവാന്ന്. ഗൈസ്, ഹോട്ടലിലല്ല പോന്നെന്നാണ് അമ്മ പറഞ്ഞത്. ഇനി ഒരമ്പലവും കൂടെ ഉണ്ടെന്ന്, അതുകൂടെ കഴിഞ്ഞ് ഇനി ഒരമ്പലവും കൂടെ ഉണ്ടെന്ന് പറയുമോന്ന് എനിക്കറിയത്തില്ല. അതുകൂടെ കഴിഞ്ഞ് ഹോട്ടലിൽ പോവായിരിക്കും. നമുക്ക് അടുത്ത അമ്പലത്തിൽ കാണാം. ഹായ് ഗൈസ്, നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി. നമ്മളിപ്പം തിരുമണിമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണുള്ളത്. അപ്പം നമുക്ക് തൊഴാൻ പോകണം. നമുക്ക് തൊഴുതിട്ട് വരാം. ഗൈസ്, ഇതാണ് അമ്പലത്തിൻ്റെ ആല്. അത്യാവശ്യം വലിയൊരു ആലാണ്. പിന്നെ ഇവിടെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട് കയറാൻ. സ്ലൈഡ് കൂട്ടത്തൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം. അങ്ങനെയാണ് അമ്പലം ഇരിക്കുന്നത്. അതിൻ്റെ അകവശം കാണിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പൊതുസ്ഥലത്ത് പോകുമ്പം അതിൻ്റെ അകവശം കാണിക്കരുതല്ലോ, ഇതൊരു മാനേഴ്സ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അകവശം കാണിക്കുന്നില്ല, പുറത്തൊക്കെ കാണിക്കാം. ഗൈസ്, നമ്മൾ ആദ്യം പോയ അമ്പലത്തിനായിട്ട് സാമ്യമുണ്ട് ഗൈസ്. ഇത് എന്നുവെച്ചാൽ ദൈവത്തിലല്ല, വ്യൂവിൽ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടത്തെക്കാട്ടിലും ഭയങ്കര വ്യൂ. ഇവിടൊക്കെ വരണം. ഇവിടൊക്കെ ഒരു വീട് കെട്ടണം. എന്തോ കാറ്റ്, ഫ്രഷ് എയർ കിട്ടും. ഇത് അടിപൊളിയാണ് ഗൈസ്. കുറേ മരമുണ്ട്, കുറേ പശുക്കളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് ഗൈസ്. ഇതാണ് അമ്പലം. ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. ഇല്ല, സോറി, പൊട്ടക്കിണറില്ല, അമ്പലത്തിൻ്റെ കിണറായിരിക്കും. പിന്നെ ഗൈസ്, ഇവിടെ എന്തോ ഉണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. അത് കുളമാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കിയിട്ട് വരാം. അതെ ഗൈസ്, അത് കുളമാണ്. ഒരു കുളമാണ്, പക്ഷേ നല്ല കുളമല്ല, അഴുക്കായതാണ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് സ്ഥലം. ഇവിടെ പാടമാണ്. അമ്മേ, വണ്ട്! ഓ, പേടിച്ചു പോയല്ലോ ഗൈസ്. അവിടെ ആരോ കട്ട് പോസ്റ്റൊക്കെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു പാടമാണ് ഗൈസ്. ഇവിടെ മൊത്തം ഒരു പാടമാണ്. നല്ല വ്യൂ ആണ്. അവിടെ കണ്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തോ കണ്ടം കൂട്ടത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പുറകോശം, നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറകോശത്തോട്ട് വരണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വ്യൂ ആണ് മിസ് ചെയ്യുന്നത്. ഈ അമ്പലത്തിൽ എപ്പോൾ വന്നാലും ഉറപ്പായിട്ടും നിങ്ങൾ പുറകിൽ വരണം ഗൈസ്. അമ്പലത്തിൻ്റെ പുറകുവശത്ത് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂവാണ് ഗൈസ്. ഞാൻ എപ്പോൾ ഈ അമ്പലത്തിൽ വന്നാലും എനിക്കൊരു ശീലമുണ്ട്. ഇത് കണ്ടോ, സ്ലൈഡായിട്ട് പോവും. ഞാൻ എപ്പോൾ നോക്കിയാലും അതേലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു കഴിഞ്ഞു. നമ്മളിനിയും ഹോട്ടലിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.